ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ റെയിൻബോ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ട് വീട്ടിലുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വെച്ചിട്ട് എന്താണ് ചിക്കൻ ചുക്ക, അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് തൈരിടാം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഓക്കെ, ഉപ്പ്, എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മഞ്ഞളും ഉപ്പും മാത്രം മതി, പിന്നെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതാ വെച്ച് ചിക്കൻ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. സബോള നന്നായി നൈസായിട്ട് അരിഞ്ഞ് വെക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തക്കാളി പച്ചമുളക് ഒരെണ്ണം മാത്രം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ ചിക്കൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം സബോള അതിലേക്ക് ഇടണം കേട്ടോ. അതിലേക്ക് സബോള ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വറുത്ത് വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ സബോള അതേ മൊരിഞ്ഞങ്ങ് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് ഗായ്സ്, ഇത് അമ്മയുടെ സ്പെഷ്യൽ കറിയാട്ടോ, ചിക്കൻ ചുക്ക അല്ല ചിക്കൻ ചുക്ക. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നന്നായി മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. ഓക്കെ, അപ്പോൾ സബോള നന്നായി ബ്രൗൺ നിറത്തിലായപ്പോൾ നമ്മൾ വറുത്ത് കോരിയെടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് അതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം മുളക് ഇട്ടിട്ടുണ്ട്. അത് നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമേ ഇട്ടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ്. ഇവിടെ എരിവ് ഇത്തിരി കുറവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അതിൽ നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുക്കാം. ശരിക്കും കുക്ക് ചെയ്യണത് അമ്മയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ക്യാമറമാനാണേ. അപ്പോൾ അമ്മയുടെ കയ്യും ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ചട്ടി ചിക്കൻ ചുക്ക, ചട്ടിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ചുക്കയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി അത്യാവശ്യം നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല, മഞ്ഞൾ വേണ്ടേമ്മ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കാം. മസാല നന്നായി മുരിഞ്ഞ് പച്ചമണമൊക്കെ പോയി ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. മസാല ഇതാണ് നമ്മുടെ മസാല. മൂത്ത മണം വരുന്നുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന എല്ലാതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് സബോളയുടെ കഷ്ണമൊക്കെ വീണിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അതിൽ കിടക്കട്ടെ. നന്നായി ഇളക്കി കൊടുക്കാം. ഇങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലാവും. ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇളക്കി വെച്ചിട്ട് മൂടി വയ്ക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മുടെ തക്കാളി ഇത് നന്നായി ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂപം ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനാണ് കേട്ടോ. അപ്പോൾ മാരിനേഷന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? യോഗടാണ് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഞ്ഞളും ഉപ്പും മുളക് പൊടി ഇല്ല, മുളക് പൊടി ഇട്ടില്ല കേട്ടോ. മഞ്ഞളും ഉപ്പും യോഗടും മാത്രം യൂസ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഇളക്കി വെക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അമ്മയിൽ നിന്നാണിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. ഓക്കെ, അതാണ് ചിക്കൻ ചുക്ക നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ. അങ്ങനെ ഗൈസ് കണ്ടോ, നമ്മൾ ചിക്കനിട്ട് വെള്ളമൊക്കെ വാറ്റി ഈ പരിവായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ ചുക്ക ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. നല്ല കഷ്ണങ്ങളൊക്കെ വെന്ത് നന്നായിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന
സബോള ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സബോളയില്ലേ വറുത്ത് വെച്ചിരിക്കുന്ന കോരി വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇടണം. കണ്ടോ ഗൈസ്, ഇതേ ഇതിങ്ങനെ ഇട്ടുകൊടുക്കാം. ഉള്ളത് മൊത്തം ഇട്ടുകൊടുക്കണം കേട്ടോ. ഇനിയുണ്ട് ഇതാണ് മെയിൻ ഇതിൽ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സബോള. ഇത് നന്നായി ഇളക്കി നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് വേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ തന്നെ ഒന്ന് ജസ്റ്റ് വെന്താൽ മതി, അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇവിടെ മോസ്റ്റ് ഫേമസ് മല്ലിയില അതും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതില്ലാണ്ട് എന്താഘോഷം ചിക്കനെ, മല്ലിയിലാണ്ട് എന്താഘോഷമല്ലേ. ഇതൊക്കെ ഇട്ടങ്ങ് ഇളക്കി അങ്ങ് വെച്ചെടുത്താലില്ലേ ഗായ്സ്, ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണു. ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട്, കൊള്ളാം, കിഡുമായിട്ടുണ്ടല്ലോ. അപ്പം നന്നായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതേ കണ്ടോ ഗായ്സ്, ഇതാണ് നമ്മുടെ ചിക്കൻ ചുക്ക. കുറച്ച് നേരം ഈ ചുട്ടോടെ നിന്ന് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 minutes കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് അങ്ങനെ ഗായ്സ് ഒരു 10 minute കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളിത് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് ഓപ്പൺ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ, കിഡിലൻ ലുക്കാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ കഷ്ണം ഒന്ന് എടുക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ സബോള വറുത്ത് ഇട്ടതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഈ ചിക്കനിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു രുചിയുണ്ട്, ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി, സൂപ്പർ.